അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവര് പോലീസ് സൈബർ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അന്വേഷണത്തിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് തീർച്ചയായിട്ടും വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇവിടുത്തെ പോലീസ്. ഹലോ മുത്തുമണികളെ, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ സന്ദീപിൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെഫീന താത്ത ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഷെഫീന താത്ത കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ പുള്ളിക്കാരനെ വിട്ടിട്ടുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ പറയാതെ പോകൽ പറ്റാത്തത് കൊണ്ട് പറയുന്നതാണ്. അതായത് വ്യൂവേഴ്സ് വിചാരിക്കേണ്ട നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണ് അറിയുന്നത് എന്ന്, അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്ന ആളുകളെ ഇത്തരത്തിൽ അടിച്ചമർത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ പണം കൊണ്ടും ഭീഷണി കൊണ്ടും ആളുകളെ അടിച്ചമർത്താൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ സത്യസന്ധമായിട്ട് ജനങ്ങൾ അറിയുക എന്നുള്ള ഒരു വിഷയമാണ്. റിയാക്ഷൻ ചാനലിലൂടെ റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും എന്തിനാണ് ഉണ്ടാകുന്നത്? ജനങ്ങളിലേക്ക് അതിൻ്റെ സത്യമായ ഒരു വസ്തുത കൊണ്ടെത്തിക്കാം, അല്ലെങ്കിൽ ഒരു ഫാക്റ്റിന് പിന്നെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ടായിരിക്കാം. അത് ചർച്ച ചെയ്യുന്നതിലൂടെയാണ് ജനങ്ങൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് സ്ഥിരമായിട്ട് പറയുകയാണ് ഞാൻ ദൈവമാണ്, എന്നെ എല്ലാവരും ദൈവമായി ആരാധിക്കണം. നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ദൈവത്തിനെ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ തന്നെയാണ് ദൈവം എന്ന് ഒരാൾ സ്ഥിരമായി വന്നിരുന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ വിശ്വസിക്കും. എന്താണ്, ശരിയാണല്ലോ, നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരൻ ദൈവമാണോ എന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ ഇതല്ല ദൈവം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. ദൈവികമായ ശക്തിനെ ചോദ്യം ചെയ്യുന്നതോ ഒന്നുമല്ല. ഇവിടെ ഒരു വിഷയം വരുന്ന സമയത്ത് അതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടാകും. അത് പലതരത്തിലുള്ള ചർച്ചകളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇപ്പം എന്തായാലും സന്ദീപ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏതോ വലിയ ഗുരുതര ആരോപണം ചെയ്തതുപോലെയാണ്. ചിലരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു എന്തോ സന്ദീപ് ആരെയോ വെട്ടിക്കൊന്നിട്ടൊക്കെ പോയതുപോലെയാണ്. എന്താണ് സന്ദീപ് ചെയ്ത തെറ്റ്? സത്യം വിളിച്ചു പറഞ്ഞതാ. ഇവിടെ സത്യം വിളിച്ച് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ചില ആൾക്കാർ ചിലപ്പോൾ പറയും അറസ്റ്റ് നേരിട്ട് അവൻ തോറ്റ്. ഇവിടെ ജയിച്ചത് എന്ന് പറയുന്നത് സത്യമാണ്. സത്യം വിളിച്ച് പറയുന്നു എന്നതിൻ്റെ പേരിലാണ് പുള്ളിക്കാരൻ്റെ പേരിൽ പരാതി കൊടുത്തിരിക്കുന്നത്, പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിൽ ഒരാളിനെ ഇവിടെ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് ഇത്തരത്തിൽ സത്യമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല, ചിലർ വളച്ചൊടിച്ച് നിങ്ങൾ ആക്ച്വലി ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാം. നമ്മുടെ രേണു സുധിയുടെ മൂത്ത മകൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് കുട്ടി, 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ അനുഭവിച്ചതിന് ശേഷം അവൻ ഒരു ലൈവ് ചെയ്യുകയാണ്. ആ ലൈവ് കേട്ട ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിന്നും ചോര പൊടിഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി അനുഭവിച്ച അരക്ഷിതാവസ്ഥയെക്കുറിച്ച്, ഒരു കുട്ടി അനുഭവിച്ച നിരാലംബതയെക്കുറിച്ച്, ഒരു കുട്ടി അവൻ്റെ ഉള്ളിലുള്ള വിഷമതകളെക്കുറിച്ച് പറയാൻ കഴിയാതെ അത് പറയേണ്ടുന്ന ആൾ തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവിടെ അച്ഛൻ സുഖമായി ജീവിക്കട്ടെ എന്നുള്ള ഒരു വിഷയത്തിൽ ആ പുള്ളിക്കാരൻ സ്വയമേ ഒരു ഇൻട്രോവേർട്ടായി മാറിയത്. ഒരു കുഞ്ഞു കുട്ടിയായിരുന്ന സമയം മുതൽ ആ കുട്ടി അനുഭവിച്ച് എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. ഈ പുള്ളിക്കാരൻ ഈ ഐഡിയ സ്റ്റാർ സിംഗർ കോമഡി ആ പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന സമയത്ത് ഇവൻ്റെ സുധിയുടെ സഹപ്രവർത്തകൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇവർ ഫാമിലി ആയിട്ട് വന്ന സമയത്ത് പറയുന്നുണ്ട്, ഈ കുഞ്ഞു മോനെയും കൊണ്ടാണ് സുധി വരുന്നത്. ഈ കുഞ്ഞു മോനെയും കൊണ്ട് വരുമ്പോൾ കർട്ടൻ്റെ പിറകിൽ കർട്ടൻ വലിക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത് ഈ കുഞ്ഞു മോനെയാണ്. ഈ കർട്ടൻ ഇങ്ങനെ അതായത് ഓരോ അന്നത്തെ സ്റ്റേജ് പ്രോഗ്രാം നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഒരു കോവിലിൻ്റെ നടയിൽ നിൽക്കുന്നതായിട്ടാണ് ആ പ്രോഗ്രാം എങ്കിൽ കോവിലിൻ്റെ ഒരു പിക്ചർ ബാക്കിൽ കെട്ടിയിരിക്കും. അതിൻ്റെ അടുത്തടുത്ത സീനുകളിൽ തന്നെ അടുത്തടുത്തുള്ള പിന്നെ ഒരു റോഡിൻ്റെ
സീനാണെങ്കിൽ ആ റോഡിൻ്റെ കർട്ടൻ അവിടെ കെട്ടിയിരിക്കും. അപ്പോൾ ഇത് ഓരോന്നും ആ ടൈമിങ്ങിനനുസരിച്ചിട്ട് വലിക്കണം. ഇത് വലിക്കാൻ നിർത്തിയിരിക്കുന്നത് ഈ കുഞ്ഞു മോനെയാണ്. ഈ കർട്ടൻ വലിക്കുന്ന സമയത്ത് ആ മോനും കൂടി ഇങ്ങനെ പൊന്തി പോവും ഇത് വലിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർ അത് കേട്ടങ്ങനെ രസത്തിൽ പോവുമായിരിക്കുമെങ്കിലും പക്ഷേ മനുഷ്യത്വം ഒരല്പമെങ്കിലും അവശേഷിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഉള്ളിൽ അത് വലിയ വേദനയാണ്. ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള വേദനകളെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരമ്മയും അച്ഛനും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ നിൽക്കക്കയമില്ലാതെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ 2 മക്കളെയും ആ സ്ത്രീ നോക്കുന്ന എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള സഹായങ്ങളിൽ എത്രയാണ് ആ മോന് കിട്ടിയിട്ടുള്ളത്? യഥാർത്ഥത്തിൽ സുധിയുടെ യഥാർത്ഥ അവകാശി ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ചില ഈ റിയാക്ഷൻ ചാനലായിരുന്നാലും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഭയം തോന്നും. അതായത് ഇവർ നമ്മളെ ഭയപ്പെടുത്തുകയാണ്. എന്താണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യിപ്പിക്കും, ജയിലിലാക്കിപ്പിക്കും, ഉണ്ട തിന്നിപ്പിക്കും. എന്തിൻ്റെ പേരിൽ? സത്യം പറയുന്നതിൻ്റെ പേരിലാണ്. സത്യം വിളിച്ച് പറയുന്നതിൻ്റെ പേരിലാണോ? ഇത് സത്യമല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങളത് തെളിയിക്കുക എന്നുള്ളതാണ്. അതിന് പകരം നിങ്ങളെന്താണ് വായടപ്പിക്കുകയാണ്. അതായത് ഇത് നിങ്ങൾ പറയരുത്, ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ജീവിക്കണം. ഈ സുധിയുടെ മകൻ്റെ ഒരു വിഷയം പറയുന്ന സമയത്തും ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരു പുള്ളിയാണ് സുധിയുടെ മകൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ലോകത്തിന് ഭയങ്കര നന്മകൾ ചെയ്ത ആളൊന്നുമല്ല സുധിയുടെ വൈഫ് എന്ന് പറയുന്ന പുള്ളി. എന്താ ഭയങ്കര എന്ത് പുണ്യമാണ് ചെയ്തിട്ടുള്ളത്? രോഗം ഒരു മനുഷ്യനെ നല്ല നിലയിൽ എത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ ഈ രോഗാവസ്ഥ പബ്ലിക്കിൽ പറയുന്നതിന് മുമ്പ് രേണുസുധിക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് ഇത് സത്യത്തിൽ ഈ രേണുസുധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ തന്നെ നമ്മൾ വിമർശിക്കേണ്ടുന്ന കാര്യമില്ല. എന്തോ എങ്ങനെ കെട്ടുപോട്ടെന്ന് പറഞ്ഞിട്ട് വിടേണ്ടുന്ന ഒരു കാര്യമാണ്. അവിടെ കുറേ ആളുകൾ എടുത്ത് ഇവരെ തലയിൽ പൊന്തിച്ചു വെച്ച് ആരാധിക്കുക, അല്ലെങ്കിൽ ഇവരെ വിമർശിക്കുന്നതിലൂടെയും ഇവരെ യഥാർത്ഥത്തിൽ വിമർശിച്ച് നിങ്ങൾ ഒരു വലിയ ബിൽഡപ്പ് കൊടുത്തു വെച്ചിരിക്കുകയാണ്. നെഗറ്റീവ് ആയിരുന്നാലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുത്തിട്ട് ഇവർക്കൊരു വലിയ ഇത് കൊടുത്തു വെച്ചിരിക്കുകയാണ്. എന്തായാലും പുള്ളിക്കാരി തീരെ അസുഖമൊക്കെ അസുഖം കഴിഞ്ഞെന്നല്ല, ഈ പുള്ളിക്കാരി തീരെ അസുഖം അറിഞ്ഞതിന് ശേഷം പുള്ളിക്കാരിത്തിയുടെ മൂത്ത മകൻ വന്ന് കാണുന്നില്ല എന്ന തരത്തിൽ വലിയ സങ്കടവും വിഷമതകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ തുപ്പിയിടുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മൾ തന്നെ പോറ്റി വളർത്തിയ മക്കളുകൾ പോലും നമ്മളെ നോക്കൂല. എത്രയോ വൃദ്ധസദനങ്ങളിൽ ചെന്ന് കിടക്കുന്ന മാതാപിതാക്കളെ നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. സ്വന്തം മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരെ, സ്വന്തം മക്കൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവർ, തെരുവോരങ്ങളിൽ കിടക്കുന്ന ആളുകൾ, ഇവർക്കൊന്നും മക്കളില്ലാഞ്ഞിട്ടാ? ഇവർക്കൊക്കെ മക്കളുണ്ട്. പെറ്റ് വളർത്തിയ മക്കൾ പോലും നോക്കാത്ത കാലത്ത് വളർത്തിയ ആ മകൻ വന്ന് നോക്കുന്നില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയ വഴി പബ്ലിഷ് ചെയ്തതിൻ്റെ പിന്നിൽ ഈ സ്ത്രീക്ക് ഗൂഢമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കില്ലേ? ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, ഇവരുടെ അമ്മയുടെയും മകൻ്റെയും ഇടയിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതായിട്ട് നമ്മുടെ സായിയുടെ ഒരു വീഡിയോ അതിലിങ്ങനെ സായി പറയുന്നുണ്ട്. സായി ഇവരോടും സംസാരിച്ചിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഈ മകനോടും സംസാരിച്ചിട്ടുള്ളതാണ്. 2 വർഷവും കേട്ടതിലൂടെ സായിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ സായി പബ്ലിക്കിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും തോന്നുന്നുണ്ട് എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവർക്ക് ഇടയിലുണ്ട്. ഇവിടെ ഫാമിലി ആകുമ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഉണ്ടാകാം. അതിൽ ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളില്ലാതിരിക്കാം, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ലാതിരിക്കാം. എന്ത് തന്നെ ഉണ്ടായാലും പബ്ലിക്കിൻ്റെ മുന്നിലാണ് ഈ സ്ത്രീ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. കിച്ചു, നിനക്കറിയാമല്ലോ, ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോകത്ത് ഏതെങ്കിലും ഒരു അമ്മ മക്കളെ നോക്കി പറയുന്ന ഒരു കാര്യമാണോ അവിടെ? അതായത് ഇപ്പോൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡൊക്കെ തുടങ്ങി പുള്ളി നമ്മുടെ കിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരാളെ ആശ്രയിക്കാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാന മാർഗം ഉണ്ടാക്കി ആ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ
അവിടെ ഈ ഒരു രോഗത്തിൻ്റെ സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് ആ ഒരു കുഞ്ഞു മോനെ ജീവിത ഈ കുട്ടിയെ വിമർശിക്കുന്ന ഈ 23 വയസ്സുള്ള ആ ഒരു മകനെ വിമർശിക്കുന്ന ഓരോ മനുഷ്യനും നിങ്ങളും ചിന്തിക്കുക. നിങ്ങൾ ഈ പ്രായത്തിലൂടെ കടന്നു വന്നപ്പോൾ നിങ്ങൾ അനുഭവിച്ചതല്ല ആ മോൻ അനുഭവിച്ചിട്ടുള്ളത്. ആ മകന് ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. അവന് പറയാൻ ഒരു നിർവാഹവും ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ അവൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. ആ വിശദീകരിച്ചതിൽ അവൻ്റെ അനുഭവങ്ങളാണ് അവൻ വിശദീകരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മറയ്ക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ എന്നല്ല, മറയ്ക്കാൻ പറ്റുമോ? അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് എന്തോ വലിയൊരു ക്രൂരനായി ആ ഒരു 23 വയസ്സുകാരനെ നിങ്ങൾ ചിത്രീകരിക്കുമ്പോൾ നിങ്ങളായിട്ട് ഒരു കുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമല്ലേ? ജീവിക്കാൻ നെട്ടോട്ടമോടുന്ന, ജീവിതം കെട്ടിപ്പടുക്കാൻ നെട്ടോട്ടമോടുന്ന ആ ഒരു കുട്ടിയുടെ പേരിൽ ഇത്തരത്തിൽ വീണ്ടും നിങ്ങൾ ഒരു അലിഗേഷൻ ഉണ്ടാക്കി. അതായത് മുമ്പ് നിങ്ങൾ രേണുവിനെ പറഞ്ഞതുപോലെ ഒരു വില്ലൻ സ്ഥാനത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്ത് നന്മയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ആ കുട്ടിയുടെ കാര്യം പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ എന്തായാലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും പിന്നെ സന്ദീപിൻ്റെ രാവിലത്തെ ഒരു ലൈവ്, ഷഫീന താത്തയുമായിട്ടുള്ള ഒരു ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പുള്ളിക്കാരൻ അതിൽ ഉറച്ച് തന്നെയാണ് നിൽക്കുന്നത്, മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. എന്തായാലും വെൽഡൺ. അതേ കണക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ആണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതും. അതുപോലെ തന്നെ അതായത് ഇനി ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലാവും എന്നുള്ള ഒരു ധ്വനി ഇല്ലയോ? എനിവേ